ഇതിനെ പറ്റി പെണ്ണുങ്ങള് വേറെ ഉണ്ടാവും. ഞാനൊരു പരാതി കൊടുത്താലേ അവിടെ എണ്ണേണ്ടി വരും. എങ്കിൽ പോയി പരാതി കൊടുക്കണേ. ആഹാ, അമ്മ എത്തിയോ? എന്തായി നിന്റെ റിസർച്ച്? തീർന്നിട്ടില്ല. ആഹാ, മോണോലിസയും കൂടെ ഉണ്ടോ? നീ സൗന്ദര്യ മത്സരത്തിന് പങ്കെടുക്കാൻ പോയില്ലേ? ഓ, അബദ്ധത്തിൽ ഒരു പ്രാവശ്യം പോയതാ. അമ്മേ, അടുത്ത വർഷം മുതൽ ആ മത്സരം നിർത്തി. ഇവള് ചെന്നാലോ എന്ന് കരുതിയേ. ഓ, പിന്നെ എനിക്കും അല്പസ്വല്പം സൗന്ദര്യമൊക്കെ ഉണ്ട്. നീ എപ്പോ വന്നു? രാവിലെ അമ്മ വിളിച്ചു, ഉടനെ പുറപ്പെട്ടു. എന്താ അമ്മേ? നീ ഒന്നും കൂടെ ചോദിച്ചേ. എന്താ അമ്മേ? നീ മദ്യപിച്ചിട്ടുണ്ടോ? അത് നീ മദ്യപിച്ചിട്ടുണ്ടോന്ന്? ഉണ്ട്. അതമ്മേ. വിശദീകരണം വേണ്ട. എന്നെ നിനക്കറിയാം. ഒന്നും പൊറുക്കില്ല. മദ്യപിക്കാൻ പാടില്ല എന്നുള്ളതും നിനക്കറിയാം. അതിന്റെ സാഹചര്യം എന്താണെന്ന് എനിക്ക് അറിയേണ്ടതില്ല. ജീവിതമായാൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. അതിൽ വിട്ടുവീഴ്ചയില്ല. അതിന് കഴിയാത്തവർ വീടിന് പുറത്ത്. സോറി, ഇനി ആവർത്തിക്കില്ല. ആവർത്തിക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം. ഇന്ന് തന്നെ മൂന്നാറിന് പുറപ്പെട്ടോളൂ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ചാർജ് എടുക്കണം. ആ അലക്സേ, ഒരു മിനിറ്റ്. ഹായ് അലക്സ്. എവിടെയാ? ഞാനിപ്പോ തേയിലക്കാടുകൾ ആസ്വദിച്ച് യാത്ര ചെയ്തോണ്ടിരിക്കുക. ഇന്ന് എന്നെ വൈസ് ചെയർമാനായി ചാർജ് എടുക്കണമെന്ന് മദർ സുപ്പീരിയർ. 10 ചുരിദാർ കാണാതെ മുറിയിൽ ഒതുങ്ങാൻ നിനക്ക് കഴിയൂടാ. ഒരു മിനിറ്റ്. ഓ മൈ ഗാഡ്, പ്രപഞ്ച സൗന്ദര്യം എന്റെ മുന്നിലേക്ക് ഒഴുകി വരുന്നു. അലക്സേ, തത്ത അടുത്തു വരുന്നു. പ്രണയം പൊട്ടിപ്പുറപ്പെടാൻ പറ്റിയ സിറ്റുവേഷൻ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, താങ്ക്സ്. ഇങ്ങനൊരു സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ശ്വാസം മുട്ടുവരും. എന്തിനാണോ എന്റെ ഫോട്ടോ എടുത്തത്? ആ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നുണ്ട്. വൃത്തിയിട്ടവനെ ഞാൻ ഇപ്പൊ ആളെയും കൂട്ടി വരും. ഈ തത്ത എന്റെ കൂട്ടിൽ വളർന്നാ മതി. ഡാഡി, ചായ. ചൂടുണ്ട്. എന്ത് ചൂടാ മോളെ ഇത്? സൂക്ഷിച്ച്. ഡാഡി, PK പ്ലാന്റേഷൻ പോലെ നമുക്കൊരു തേയിലത്തോട്ടം വാങ്ങിക്കൂടെ? എന്തിനാ അത് മാത്രമാക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തന്നെ ആയിക്കോട്ടെ. എന്തൊക്കെയോ ചരിത്ര രഹസ്യങ്ങൾ മല്ലികാന്റിയുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇല്ലേ? എനിക്കറിയില്ല. ഡാഡിക്ക് അറിയാം. അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ സഞ്ചരിക്കുന്നത് എന്റെ സ്വന്തം വഴിയിലൂടെയാണ്. ആ വഴിയിൽ സത്യസന്ധത മാത്രമേ ഉള്ളൂ. ഡാഡി ഒന്നും ജീവിക്കാൻ പഠിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിന്റെ മകളായി ജനിച്ചാ മതിയായിരുന്നു. അടുത്ത ജന്മാവട്ടെ. ഈ ജന്മം 19 വർഷം കൂടി വീട്ടിൽ സർവീസ് നടത്തണമല്ലോ. മനുൻ എന്തായാലും ആന്റി വിവാഹാലോചന നടത്തുന്നുണ്ടല്ലോ. അത് ഞാനായാലും എന്താ? ആരോ നോക്കുമോളെ. ആന്റി, ഞാൻ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. പറഞ്ഞത് നല്ലതോ ചീത്തയോ? ആന്റി തീരുമാനിച്ചു. നല്ലത്. ഞാൻ ജ്യൂസ് എടുക്കാം. ഏതാ? സോനയുടെ ഇഷ്ടം. ഓക്കെ. രാജീവേട്ടാ, ഒന്നും കൂടെ എസ്റ്റേറ്റ് വരെ പോണം. മനു ജോയിൻ ചെയ്തല്ലേ? അവനൊരു ഗൈഡ് ലൈൻ. ഇൻഫോ എഡ്ജ് ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ പ്രോജക്റ്റിന്റെ ഓഫർ ലെറ്റർ വന്നിരുന്നില്ലേ? ഞാൻ എടുത്തിട്ട് വരാം.
ഇവളെ നമുക്ക് കെട്ടിച്ചയക്കണ്ടേ രാജുവേട്ടാ? നല്ല വൃത്തികെട്ട പിള്ളേര് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോ, നമുക്ക് ആലോചിക്കാം. അയ്യടാ. ഓ ആന്റി, യെസ്, ഇരിക്കെ. നിനക്ക് ചെറുക്കൻ ഏത് ടൈപ്പ് വേണം? എന്നെ പണം കൊണ്ട് മൂടണം. എന്നാലും ഒരു എക്സാമ്പിൾ പറ. മനുവിന് ഏതായാലും ഒരു പെണ്ണ് വേണമല്ലോ. അത് ഞാനായാലെന്താ? ആർ യു സീരിയസ്? അതെ. സ്വപ്നങ്ങൾ കാണാൻ ചെലവില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയായെന്ന് സ്വപ്നം കാണാം, ബ്രിട്ടീഷ് രാജ്ഞിയായെന്ന് സ്വപ്നം കാണാം. എന്നാലും അതിനൊക്കെ ഒരു മാന്യതയില്ലേ? ഇങ്ങനെയൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളഞ്ഞേരെ. ഇല്ലെങ്കിൽ മല്ലിക അത് മൂടോടെ പിഴുതുകളയും. രാജീവേട്ടനോട് എനിക്ക് പല കാര്യങ്ങളിലും നന്ദിയുണ്ട്. അത് നിന്നെ എന്റെ മരുമകളാക്കാനുള്ള യോഗ്യതയായി കാണരുത്. മേലിൽ തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. രാജീവേട്ടാ, സോന ഒരു സ്വപ്നജീവിയാ. എന്താ? അവള് നല്ല കുട്ടിയാ. ഞാൻ ഇറങ്ങുന്നു. ശരി.